ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. പല വർഷങ്ങളായിട്ട് ടീച്ചിങ് ഷോർട്ടേജ് നേരിടുന്ന ഒരു രാജ്യമാണ് ന്യൂസിലൻഡ്. അതിനാൽ തന്നെ ന്യൂസിലൻഡിലെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ, അതായത് ന്യൂസിലൻഡിലെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഗ്രീൻ ലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലിസ്റ്റിൽ ടീച്ചിങ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എയർലി ചൈൽഡ്ഹുഡ്, പ്രൈമറി, സെക്കൻഡറി ടീച്ചേഴ്സിനെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസിലൻഡിൽ ഒരു ടീച്ചറാകാനായിട്ട് പല പാത്വേകളാണുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓരോ പാത്വേകളും വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യത്തെ പാത്വേ എന്താണെന്ന് നോക്കാം. അത് ന്യൂസിലൻഡിലെ പഠനം തന്നെയാണ്. അതായത് +2 കഴിഞ്ഞതിന് ശേഷം 4 വർഷത്തെ ഒരു ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ഡിഗ്രി കോഴ്സ് നിങ്ങൾ ന്യൂസിലൻഡിൽ ചെയ്യുക. എയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനും പ്രൈമറി ടീച്ചേഴ്സിനും 3 വർഷം കൊണ്ട് അവരുടെ ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡറി ടീച്ചേഴ്സിന് ഇത് 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഇനി അതല്ല, നാട്ടിൽ നിന്ന് നിങ്ങളൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഉപരിപഠനത്തിനായി ന്യൂസിലൻഡിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടീച്ചിങ്ങോ അതല്ല എങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടീച്ചിങ്ങോ ചെയ്യുക. ഇനിയും അതല്ല, നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചെയ്യേണ്ടതെങ്കിൽ 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ് എന്നൊരു കോഴ്സുണ്ട്. ആ കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ കോഴ്സുകൾ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ന്യൂസിലൻഡിലെ ടീച്ചിങ് കൗൺസിലിൽ നിങ്ങൾക്ക് ഒരു ടീച്ചറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സുകൾ നിങ്ങൾക്ക് ന്യൂസിലൻഡിലെ ഏതെങ്കിലും ഒരു ടെറിഷറി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ന്യൂസിലൻഡിലെ ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സുകളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ന്യൂസിലൻഡിൽ ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ തീർച്ചയായും കാണുക. ഞാനെപ്പോഴും പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി നാട്ടിൽ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സിന് വേണ്ടി മാത്രമായി നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് വരിക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, അതായത് 1 ഇയർ ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ കുറഞ്ഞ ചിലവിൽ കംപ്ലീറ്റ് ചെയ്ത് ന്യൂസിലൻഡിലെ ടീച്ചിങ് കൗൺസിൽ രജിസ്ട്രേഷൻ നേടാൻ സാധിക്കും. ഇനി അതല്ല, അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിഷ്യൽ +2 കഴിഞ്ഞതിന് ശേഷം ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സിനായിട്ട് തന്നെ ന്യൂസിലൻഡിലേക്ക് വരാവുന്നതാണ്. രണ്ടാമത്തെ പാത്വേ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് അവിടെ ഒരു ടീച്ചറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ റെക്കഗ്നിഷൻ വഴി ന്യൂസിലൻഡിൽ ഒരു ടീച്ചറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ പാത്വേ എന്ന് പറയുന്നത് ഓവർസീസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ഇന്ത്യയിലെ BEd കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ പോയി പഠിക്കാതെ തന്നെ ന്യൂസിലൻഡിലെ ടീച്ചിങ് ലൈസൻസ് ലഭിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതിനായി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇനീഷ്യൽ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ, അതായത് BEd ന്യൂസിലൻഡിലെ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ, അതായത് ഇനീഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സിന് തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിനു വേണ്ടി ഒരു അസസ്മെൻ്റ് ഉണ്ട്. ഈ അസസ്മെൻറ്റ് NEZQA എന്നാണ് പറയുന്നത്. ഈ അസസ്മെൻറ്റ് പൂർത്തിയാക്കുക. ഈ അസസ്മെൻറ്റിന് കൊടുത്ത് നിങ്ങളുടെ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ന്യൂസിലൻഡിലെ ലെവൽ 7 ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് തുല്യമാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ BEd ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ ടീച്ചറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഈ അസസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിന് വേണ്ട എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ഈ അസസ്മെൻറ്റ് ചെയ്യുന്നവർ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം അസസ്മെൻറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. NEZQA അസസ്മെൻറ്റ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ നാട്ടിലെ BEd ന്യൂസിലൻഡിലെ ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സിന് തുല്യമാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള അസസ്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ IELTSന് അപ്പിയർ ചെയ്യുക. IELTSന് ഓവറോൾ 7ഉം ഓരോ മൊഡ്യൂളുകൾക്കും 7ഉം നേടിയതിന് ശേഷം നിങ്ങൾക്ക് ന്യൂസിലൻഡിലെ ടീച്ചിങ് കൗൺസിലിൽ ടീച്ചറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്.
ന്യൂസിലൻഡിലെ ടീച്ചിങ് രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസിലൻഡ് ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ ഇപ്പം ന്യൂസിലൻഡിൽ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് ജോബുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. ഈ ടീച്ചിങ് ജോബുകളുടെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഒത്തിരി പ്രൈവറ്റ് വെബ്സൈറ്റുകളുമുണ്ട്. സീക്ക് പോലെയുള്ള പ്രൈവറ്റ് വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ടീച്ചിങ് ജോബുകൾക്കായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ന്യൂസിലൻഡിലെ ടീച്ചിങ് ജോബ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ ന്യൂസിലൻഡ് ടീച്ചിങ് ജോബ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ ടീച്ചിങ് ജോബുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ കാണാം. ന്യൂസിലൻഡിലെ ടീച്ചിങ് ജോബ്സ് അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക്ഡിൻ്റെ പേജ് കാണാം. ന്യൂസിലൻഡിലെ സീക്ക് എന്ന വെബ്സൈറ്റ് കാണാം. ഇതിലും ഇപ്പോൾ ന്യൂസിലൻഡിൽ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. അടുത്തതെന്ന് പറയുന്നത് അവിടുത്തെ ന്യൂസിലൻഡ് ഗവൺമെന്റിന്റെ ഒരു പോർട്ടലാണ്. ഇതിൽ ന്യൂസിലൻഡിൽ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് വേക്കൻസീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ഇപ്പോൾ ഈ ന്യൂസിലൻഡ് ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ ഗസറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോഡായി കഴിയുമ്പോൾ ന്യൂസിലൻഡിൽ സ്കൂളുകളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് ജോബുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ട് തന്നെ ന്യൂസിലൻഡിൽ അനേകം ടീച്ചിങ് ജോബുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം 844 ജോബ് വേക്കൻസീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജോബ് വേക്കൻസി ആണോ അത് തിരഞ്ഞെടുത്ത് അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം സ്കൂളുകളിൽ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് കാണാൻ സാധിക്കും. ഓരോന്നും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലും കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു സയൻസ് ടീച്ചറാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വേക്കൻസീസും കാണണ്ട. നിങ്ങൾക്ക് സയൻസ് ടീച്ചറിന്റെ വേക്കൻസീസ് ആണ് കാണേണ്ടതെങ്കിൽ ഈ സെർച്ച് ബട്ടണിൽ സയൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. സയൻസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ന്യൂസിലൻഡിൽ ഒരു എൻട്രി ലെവൽ ജോബാണ് നോക്കുന്നതെങ്കിൽ സ്യൂട്ടബിൾ ഫോർ ബിഗിനേഴ്സ് എന്ന ഈ കോളം കൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സയൻസ് ടീച്ചർ വേക്കൻസീസ് ഇവിടെ കാണാം. ഏകദേശം 202 വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ന്യൂസിലൻഡിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ ലേറ്റസ്റ്റ് ഫസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള സയൻസ് ടീച്ചർ വേക്കൻസീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ടീച്ചിങ് വേക്കൻസീസ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് താഴോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ടീച്ചിങ് വേക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മിഡിൽ സ്കൂൾ ടീച്ചേഴ്സ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്കൂൾ നടത്തുന്ന റിക്രൂട്ട്മെന്റ് ക്യാമ്പയിനാണ്. ഇതിനകത്ത് എല്ലാ ടീച്ചേഴ്സിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബിഗിനേഴ്സിന് പറ്റിയൊരു വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂൾ ഇപ്പോൾ ഹയർ ചെയ്തിരിക്കുന്ന ഏതൊക്കെ വേക്കൻസീസ് ആണെന്ന് കാണാൻ സാധിക്കും. ഈ വേക്കൻസീസിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഡീറ്റെയിലുകൾ കണ്ടിട്ട് ഈ ഡീറ്റെയിൽസിനകത്ത് എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ന്യൂസിലൻഡിൽ ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പൂർത്തിയാക്കിയവരാണ് എങ്കിൽ നിങ്ങൾക്ക് 3 വർഷം വരെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് വിസ ലഭിക്കുന്നതാണ്. ഈ വർക്ക് വിസ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ജോബ് കണ്ടുപിടിച്ച് ഒരു 24 മന്ത്സ് ആ ജോബിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് എങ്കിലും ന്യൂസിലൻഡ് ഗവൺമെൻറ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മിനിമം വേജസ്, അതായത് ഒരു മീഡിയൻ വേജസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിലും നിങ്ങൾക്ക് 2 വർഷത്തിന് ശേഷം, അതായത് 24 മാസത്തിന് ശേഷം PR-നായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.